ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 28-ാമത് വചനം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ എന്നുള്ള വചനമാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന, കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും അവരെ തന്നെ ശോധന ചെയ്യുകയും കർത്താവിൻ്റെ മേശയോടടുക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിച്ചു നോക്കുകയും ചെയ്താനന്തരം മാത്രമേ അതിൽ സംബന്ധിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതായ വാക്കുകളാണ് ഇവിടെ പൗലോസ് ഓർപ്പിച്ചിട്ടുള്ളത്. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഓരോരുത്തരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്നും ഇതിൽ പങ്കാളികളാകുവാൻ യോഗ്യതയുണ്ടോ എന്നും സ്വയം പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് എന്നുള്ള വാക്കുകളാണ്. ആ പരിശോധനയിൽ യോഗ്യതയില്ല എന്ന് കണ്ടെത്തുന്നു എങ്കിൽ കർത്താവിൻ്റെ മേശയോട് അംശികളാകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നും, അതല്ലാതെ കണ്ട് അതിൽ നിങ്ങൾ സംബന്ധിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് തിന്മയ്ക്കും ദോഷത്തിനും കാരണമായി തീരുമെന്നുമുള്ള പദങ്ങൾ തന്നെയാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സ്വയം ശോധന ചെയ്യാതെ കണ്ട് കർത്താവിൻ്റെ മേശയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതെ കണ്ട് അത് തിന്നുകയും കുടിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, സ്വയം ശോധന ചെയ്യാതെ കണ്ട് സ്വയം ശോധന ചെയ്തിട്ടും കുറ്റക്കാരനെന്ന് കണ്ടിട്ടും കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ബലഹീനരും രോഗികളുമായി തീരുകയും അനവധി ആളുകൾ നിദ്ര പ്രാപിക്കുവാൻ കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്ന് പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെ ഓർപ്പിച്ചുണർത്തുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത്, ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ ശോധന കഴിക്കുകയും നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടതിനെ തിരുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാനും നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തുവാനും തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ ദൈവത്തോട് കൂടെ വസിപ്പാനും കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനും നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഓരോ ദിവസങ്ങളും നിങ്ങളെ തന്നെ ശോധന കഴിക്കുകയും നിങ്ങൾ ദൈവം മുൻപാകെ ക്രമപ്പെടുകയും ചെയ്യുവാൻ തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ കർത്താവിനോടും കർത്താവിൻ്റെ മേശയോടും നിങ്ങൾക്കടുത്തു വരുവാൻ കഴിയുകയുള്ളെന്നും അങ്ങനെ മാത്രമേ നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളെന്നുമുള്ള പദമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, വിടേണ്ടതിനെ വിടുവാനും ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തുവാനും
ആ നിലകളിലേക്ക് നമുക്ക് കടന്നു വരുവാനും ദൈവത്തോടും ദൈവത്തിൻ്റെ രാജ്യത്തോടും നമുക്ക് അടുത്തു വരാൻ കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരും നമ്മെ തന്നെ പരിശോധിക്കുന്നവരുമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ഒരിക്കലും ദൈവത്തിങ്കിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ടിട്ട് കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരുന്നവരായിട്ടല്ല. ഞങ്ങൾക്ക് ഓരോ ദിവസങ്ങളും സ്വയം ശോധന ചെയ്തുകൊണ്ട് തിരുത്തേണ്ടതിനെ തിരുത്തുവാനും ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തുവാനും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനും ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.